കടലാക്രമണ ഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തൃക്കുന്നപ്പുഴയിലെ തീരദേശവാസികൾ. കടൽഭിത്തി വേണമെന്ന ആവശ്യം മാറി മാറി ഭരിച്ച LDF, UDF സർക്കാരുകൾ തള്ളിക്കളഞ്ഞെന്ന് തീരദേശവാസികൾ പറയുന്നു. പ്രദേശത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡും പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭീതിയിലാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ തീരദേശവാസികൾ. കടലാക്രമണം രൂക്ഷമാണ്. കടലാക്രമണം മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. വീടിന്റെ ജനൽ ചില്ലകൾ തകരുന്നു. വീടിന്റെ ഭിത്തി കുലുങ്ങുകയാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ ഭയപ്പെടുകയാണ് എന്നുള്ളതാണ് തീരദേശവാസികൾ പറയുന്നത്. 300ഓളം പേരെ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ കടലാക്രമണം രൂക്ഷമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉള്ളത്. കാലാവസ്ഥ വളരെ മോശമാണ്. ആളുകളോട് പരമാവധി മാറിപ്പോകാൻ പറയുന്നു. കിടപ്പ് രോഗികളടക്കം ഇവിടെ ഉള്ളതാണ്. ഈ കിടപ്പ് രോഗികളുള്ള സ്ഥലങ്ങളിൽ അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഏതാനും വീട്ടുകളിലെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുലിമുട്ടോട് കൂടിയ കടൽഭിത്തിയാണ് ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യം. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കടൽഭിത്തിയുടെ നിർമ്മാണം നടന്നിട്ടില്ല. മാറി മാറി ഭരിച്ച UDF, LDF സർക്കാരുകളോട് ഇവർ ആവശ്യപ്പെട്ടതാണ് ഒരു കടൽഭിത്തി വേണം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ഇവർ മുന്നിലേക്ക് എത്തുമ്പോൾ, വോട്ട് ചോദിച്ചെത്തുമ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യവും കടൽഭിത്തി കൂടിയേ തീരൂ, തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ കടൽഭിത്തി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ ആ ആവശ്യം സർക്കാരുകൾ നിരാകരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തീരദേശ പാത, നിരവധി വീടുകളുള്ള പ്രദേശമാണ്. പക്ഷേ ഈ തീരദേശ പാത ഇവിടെ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഈ റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, സഞ്ചാരയോഗ്യമുള്ള വഴി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക്, പുറം നാട്ടിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അവരെ ഈ നാടിനെ പുറം നാടുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അതോടൊപ്പം ഈ കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഈ വഴി പൂർണ്ണമായും തകരുകയാണ്. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാവുകയാണ്. സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. രോഗികളെ പുറത്തേക്ക് എത്തിക്കാനോ മറ്റ് വയോധികരായ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനൊക്കെയുള്ള പ്രയാസം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത്യാവശ്യമായി സഞ്ചാരയോഗ്യമായ ഒരു റോഡും ഒപ്പം തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകിക്കൊണ്ട് പുലിമുട്ടോട് കൂടിയ ഒരു കടൽഭിത്തിയും വേണമെന്നുള്ള ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ ഏറെ വൈകാരികമായാണ് ഇവർ പ്രതികരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അതെ, ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് പുലിമുട്ടാണ്. പുലിമുട്ടിടുമ്പോൾ തന്നെ അതിനോടുകൂടി തന്നെ സീവാൾ ഉറപ്പിക്കണം. ഈ 2 സാധനം ഇവിടെ ഇട്ട് ഇത് നിലനിൽക്കണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ മാറി മാറി വരുന്ന കേന്ദ്രവാലും കേരളവാലും സർക്കാരുകൾക്ക് മനസ്സിലാവാത്തതാണോ ഇനി ജനങ്ങളെ വഞ്ചിക്കുന്നതാണോ എന്നറിയില്ല. ആദ്യമായിട്ട് നിർത്തേണ്ടത് ഈ കടലിൽ നിന്നുള്ള കരിമൽ ഖനനം. കാരണം കടലിൽ നിന്നും കരിമൽ ഖനനം നടത്തുമ്പോൾ ഈ കരയാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വർഷത്തിൽ ഇടുന്ന സീവാൾ തീർച്ചയായിട്ടും മണ്ണിൽ ആണ് ഇത് നിൽക്കേണ്ടത്. ഈ സീവാൾ ഇത് മണ്ണെടുക്കുമ്പോൾ ഈ കല്ലിടിയുന്നു. ഈ കല്ലിടിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കരിമൺ ഖനനം തന്നെയാണ്. ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഈ കരിമൺ ഖനനമാണ്. അതിനുശേഷമാണ് നമുക്കിവിടെ ഈ സീവാൾ ഇല്ലെങ്കിൽ പുലിമുട്ടിട്ടാൽ അതെന്ത് കാരണത്താലാണ് പിന്നീട് മറിയുന്നെങ്കിലാണ് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത്. ഈ റോഡില്ലാത്തത് കൊണ്ട് ആവശ്യമായി രോഗികളെ അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് റോഡ് വേണം. റോഡിൽ ഞങ്ങൾ എങ്ങനെ രോഗികളെ കൊണ്ടുപോകും? കുട്ടികൾക്ക് പഠിക്കാൻ പോകണ്ടേ? കുട്ടികൾക്ക് പഠിക്കാൻ പോകണം. ഞങ്ങൾക്ക് വള്ളത്തിൽ കയറാൻ പോകണം. ഞങ്ങൾക്ക് വണ്ടി വേണമുണ്ട്. ഏത് സമയം മുതലാണ് ഈ കടലാക്രമണം ഇത്രയും രൂക്ഷമായത്? ഇന്നലെ ഒരു 1:30 വീടുകൾക്കൊക്കെ കേടുപാടുകൾ, വീടുകൾക്ക് കേടുകൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? വീടിൻ്റെ ഭിത്തികൾ പൊട്ടി, വീട്ടിൽ ഭയങ്കര കുലുക്കവും ഒക്കെയാണ്. ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല. വളരെ ദയനീയമായ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്. അടിയന്തരമായിട്ടുള്ള പരിഹാരം ഇനിയെങ്കിലും വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കടൽഭിത്തി വേണം, സഞ്ചാരയോഗ്യമായുള്ള വഴി വേണം, തങ്ങളെ പുറംനാടുമായി ബന്ധിപ്പിക്കുന്ന ആ വഴി കൂടിയേ തീരൂ, എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ച് പറയുന്ന കാര്യം. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം തൃക്കുന്നപ്പുഴയിൽ നിന്നും മിഥുൻ മുരളി.